അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യാൻ വേണ്ടി പോണത് ക്ലാസ് 11th ഫിസിക്സിലെ ചാപ്റ്റർ ആയിട്ടുള്ള വേവ്സ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 15.8 ആണ്. ക്വസ്റ്റ്യൻ പറയുന്നത് എ ട്രാൻസ്വേഴ്സ് ഹാർമോണിക് വേവ് ഓൺ എ സ്ട്രിങ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ y of x, t equal to 3 sin 36t plus 0.018x plus pi by 4, where x and y are in centimeter and t is in seconds. The positive direction of x is from left to right. Is this a traveling wave or stationary wave? If it is traveling, what are the speed and the direction of its propagation? What are its amplitude and frequency? What is the initial phase at origin? What is the least distance between two successive crests in the wave? അതായത് നമ്മുടെ ഒരു ട്രാൻസ്വേഴ്സ് ഹാർമോണിക് വേവിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഒരു സ്ട്രിങ്ങിൽ ഉണ്ടാവുന്ന ഒരു ഹാർമോണിക് വേവിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. y of x, t equal to 3 sin 36t plus 0.018x plus pi by 4. നമ്മളോട് എക്സും വൈയും സെൻറ്റിമീറ്ററിലാണ്, ടൈം സെക്കൻഡ്സിലാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇത് ഒരു ട്രാവലിംഗ് വേവ് ആണോ അതോ സ്റ്റേഷനറി വേവ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ട്രാവലിംഗ് വേവ് ആണെങ്കിൽ എന്താണ് ആ വേവിൻ്റെ സ്പീഡ്, അതേപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷൻ ഓഫ് പ്രോപ്പഗേഷൻ എന്താണെന്നാണ് ചോദ്യം. സോ എങ്ങനെയാണ് അത് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ y of x, t equal to 3 sin 36t plus 0.018x plus pi by 4. ഇതാണ് ഇക്വേഷൻ. സോ ഇവിടെ ഈ ഇക്വേഷൻ എന്തിൻ്റെ ഫോമിലാണ്? y of x, t equal to a sin kx plus or minus omega t plus or minus 5. ഈ ഫോമിലാണ് ഉള്ളത്. കണ്ടോ, ഇതിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതാണ് എന്തിൻ്റെ ഇക്വേഷൻ? ഇത് ട്രാവലിംഗ് വേവിൻ്റെ ഇക്വേഷനാണ്. ഇത് ട്രാവലിംഗ് വേവിൻ്റെ ഇക്വേഷനാണ്. ഇനി സ്റ്റേഷനറി വേവ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് വേവ് എന്ന് നമ്മൾ പറയില്ലേ, സ്റ്റേഷനറി വേവ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് വേവ്, അതിൻ്റെ ജനറൽ ഇക്വേഷൻ ഏത് ഫോമിലാണ്? y of x, t equal to എന്താണ് ഇക്വേഷൻ വരാ? a sin omega t cos kx. ഈ ഫോമിലാണ് ഇക്വേഷൻസ് വരാം അല്ലേ? ഈ ഫോമിലാണ് എന്തിൻ്റെ ഇക്വേഷൻ വരാം? സ്റ്റേഷനറി വേവിൻ്റെ ഇക്വേഷൻ വരാം. സ്റ്റേഷനറി വേവ്. സോ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫോമിലാണ്. സോ ഇതെന്തായിരിക്കും? ഇറ്റ്സ് എ ട്രാവലിംഗ് വേവ്. അപ്പോൾ അതെന്താണ്? ഒരു ട്രാവലിംഗ് വേവ് ആണ്. ഇതിൻ്റെ ഫോമാണ്. അത് കാരണം ഇതെന്താണ്? ഒരു ട്രാവലിംഗ് വേവ് ആണ്. അപ്പോൾ രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് അതൊരു ട്രാവലിംഗ് വേവ് ആണെങ്കിൽ എന്താണ് ആ ട്രാവലിംഗ് വേവിൻ്റെ സ്പീഡ്, അതേപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷൻ ഓഫ് പ്രോപ്പഗേഷൻ എന്താണെന്നാണ് ചോദ്യം. സോ ട്രാവലിംഗ് വേവ് ആണ്. അപ്പോൾ എന്താണ് അതിൻ്റെ സ്പീഡ്? ഒരു ട്രാവലിംഗ് വേവിൻ്റെ സ്പീഡ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. v is equal to omega by k. ഇനി എന്താണ് ഒമേഗ, എന്താണ് കെ? ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസിയാണ്, അതേപോലെ തന്നെ കെ എന്ന് പറയുന്നത് വേവ് നമ്പറാണ്. സോ ഇതിനെ നമ്മൾ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ a is equal to 3 എന്ന് വരും. പിന്നെ ഇത് സെൻറ്റിമീറ്ററിലാണ്, മീറ്ററിലല്ല. കാരണം എക്സും വൈയും സെൻറ്റിമീറ്ററിലാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ 3 സെൻറ്റിമീറ്റർ. അതേപോലെ തന്നെ ഒമേഗ ടി, ടീൻ്റെ അടുത്തുള്ളതാണ് ഒമേഗ, ടൈമിൻ്റെ അടുത്തുള്ളതാണ് എന്ത്? ഒമേഗ. സോ ഒമേഗ നമുക്ക് 36 എന്ന് കിട്ടും. 36. അതേപോലെ തന്നെ കെ എന്ന് പറയുന്നത് എക്സിൻ്റെ അടുത്ത് കിടക്കുന്നതാണ്. ഇതാണോ? ഇവിടെ കെ എന്ന് പറയുന്നത് എന്താണ്? എക്സിൻ്റെ അടുത്ത് കിടക്കുന്നതാണ്. ഞാൻ അറിയാതെ ഇതിനായിട്ട് കമ്പയർ ചെയ്തു. ഇതല്ല കേട്ടോ, ഇത് സ്റ്റേഷനറി വേവിൻ്റെയാണ്. ഇത് നമുക്കിനി വേണ്ട, നമുക്ക് മനസ്സിലായത് ട്രാവലിംഗ് വേവ് ആണെന്ന്. ഒമേഗ 36 ആണ്. ഇതിനെ കമ്പയർ ചെയ്തപ്പോൾ ഒമേഗ 36. അതേപോലെ തന്നെ കെ എന്ന് പറയുന്നത് എത്രയാണ്? 0.018 ആണ്. 0.018. യൂണിറ്റ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. ഇതിൻ്റെ ഹേർട്സ് ഇൻവേഴ്സ്, ഇതിൻ്റെ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. സോ ഇത് സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലാണുള്ളത്. സോ ഒമേഗ ഈക്വൽ ടു v is equal to omega by k. അപ്പോൾ ഒമേഗയുടെ വാല്യൂ 36, പിന്നെ k 0.018. ഇത് സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലാണ്. സോ നമ്മളതിനെ മീറ്റർ ഇൻവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് മീറ്റർ ഇൻവേഴ്സിലേക്ക് കൺവേർട്ട് ആവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ വരാം 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്ക് ആൻസർ വരാം 20 മീറ്റർ പെർ സെക്കൻഡ്. SI യൂണിറ്റിൽ കൺവേർട്ട് ചെയ്തു. ഇതാണ് എ പാർട്ടിൻ്റെ ആൻസർ. ഇനി ബി പാർട്ടിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? വാട്ട് ആർ ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി. ആംപ്ലിറ്റ്യൂഡ് നമ്മൾ ഇവിടെ തന്നെ കണ്ടുപിടിച്ചു. ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. പിന്നെന്താ ചോദിച്ചിട്ടുള്ളത്? ഫ്രീക്വൻസി കാണാം. 3 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 3 × 10⁻² മീറ്റർ. പിന്നെ ഫ്രീക്വൻസി നമുക്കറിയാം, v എന്താണ്? f ലാംഡയ്ക്ക് ഈക്വൽ ആണ്.
വി ഇസ് ഈക്വൽ ടു എഫ് ലാംഡ. അതൊന്ന് ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു വി ബൈ ലാംഡ. വിയുടെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചിരുന്നു 20 മീറ്റർ പെർ സെക്കൻഡ്. ലാംഡ നമുക്ക് കെ എന്നാ കിട്ടുക അല്ലെ. ലാംഡ നമുക്ക് എന്തെന്നാ കിട്ടുക? വേവ് നമ്പർ എന്നാ കിട്ടുക. കെ എന്താണ്? വേവ് നമ്പർ. കെ ഇസ് വേവ് നമ്പർ. ഒമേഗ ഇസ് ആംഗുലർ ഫ്രീക്വൻസി ആൻഡ് എ ഇസ് ആംപ്ലിറ്റ്യൂഡ്. സോ കെ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? 2π ബൈ ലാംഡയ്ക്ക് ഈക്വലാണ്. കെ എന്ന് പറയുന്നത് 2π ബൈ ലാംഡ ആണ്. ഇത് നമുക്ക് ലാംഡ കിട്ടും. കെയുടെ വാല്യൂ 0.018 ഈക്വൽ ടു 2π ബൈ ലാംഡ. അതൊന്ന് ലാംഡ ഇസ് ഈക്വൽ ടു എത്ര വരും? 2π ബൈ 0.018. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് സെൻറ്റിമീറ്ററിലാണ് നമുക്ക് ആൻസർ കിട്ടുക. ഇത് സെൻറ്റിമീറ്ററിലാണ് നമുക്ക് ആൻസർ കിട്ടുക. ഇനി ഇതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിയർലി വരാം 350 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് വരാം. 350 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഏകദേശം 3.5 മീറ്റർ ആണ്. 360 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം 3.5 മീറ്റർ. സോ അതിവിടെ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 3.5 മീറ്റർ. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി എത്ര വരും? ഫ്രീക്വൻസി നമുക്ക് വരാം 20 ഡിവൈഡഡ് ബൈ 3.5. അത് നമുക്ക് ഏകദേശം ആൻസർ വരാം 5.7 ഹേർട്സ് ആണ് കിട്ടുക. 5.7 ഹേർട്സ്. സോ നമുക്ക് ഫ്രീക്വൻസിയും കിട്ടി, അതുപോലെ ആംപ്ലിറ്റ്യൂഡും കിട്ടി. ഇതാണ് ബി പാർട്ട്. ഇനി സി പാർട്ടിൽ പറയണത് വാട്ട് ഈസ് ദ ഇനീഷ്യൽ ഫേസ് അറ്റ് ഒറിജിൻ. സോ ഫേസ് എന്ന് പറയുന്നത് ഇതാണ്. ഈ പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫേസ്. സോ ഇനീഷ്യൽ ഫേസ് അറ്റ് ഒറിജിൻ എത്രയാണ്? π/4 ആണ്. ഇനീഷ്യൽ ഫേസ് അറ്റ് ഒറിജിൻ π/4 ആണ്. ഇതിനാണ് നമ്മൾ ഫേസ് ഡിഫറൻസ് എന്ന് പറയും. ഫേസ് ഡിഫറൻസ് അല്ലെങ്കിൽ ഇനീഷ്യൽ ഫേസ്. അത് എത്രയാണ്? π/4 ആണ്. π/4 ആണ് ഇനീഷ്യൽ ഫേസ്. ഇനി ഡി പാർട്ടിൽ പറയുന്നത് വാട്ട് ഈസ് ദ ലീസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സക്സസീവ് ക്രസ്റ്റ്സ് ഇൻ ദ വേവ്. അപ്പോൾ ഒരു വേവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണല്ലോ ഉണ്ടാവുക. ഒരു വേവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. സോ ഇതിനെ നമ്മൾ ക്രസ്റ്റ് എന്ന് പറയും. ഇതിനെ ക്രസ്റ്റ്, ഇത് ട്രഫ്, ഇത് ക്രസ്റ്റ്, ഇത് ട്രഫ്. സോ അങ്ങനെയാണെങ്കിൽ 2 അഡ്ജസൻറ്റ് ക്രസ്റ്റിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്, അതിനെ നമ്മൾ എന്താ വിളിക്കുക? അതന്നെയാണ് വേവ് ലെങ്ത്. 2 അഡ്ജസൻറ്റ് ക്രസ്റ്റിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വേവ് ലെങ്ത് എന്ന് പറയാം. സോ വേവ് ലെങ്ത് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു. എത്രയാണ് വേവ് ലെങ്ത്? 3.5 മീറ്റർ. അതന്നെ ആയിരിക്കും എന്തുണ്ടാവുക? ആൻസർ ഉണ്ടാവുക. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് ക്രസ്റ്റ്സ് ഈക്വൽ ടു വേവ് ലെങ്ത്. വേവ് ലെങ്ത് എത്രയാണ്? 3.5 മീറ്റർ. അതന്നെയാണ് ആൻസർ വരാം. എല്ലാവർക്കും ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കണം. ഞാൻ ഒരു പ്രാവശ്യം കൂടി അത് പറയാം. അതായത് ഇത് ഏത് ഫോമിലാണ്? ഈ ഫോമിൽ വരുന്ന ഇക്വേഷനാണിത്. സോ അത് കാരണമാണ് ഇതെന്തായിട്ട് മാറിയത്? ട്രാവലിംഗ് വേവ് ആയിട്ട് മാറിയത്. A sin kx ± ωt ± φ. ഈ ഫോമിലുള്ള ഇക്വേഷൻ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുക? ട്രാവലിംഗ് വേവ് ആണ്. ഇനി ഈ ഫോമിലുള്ള ഇക്വേഷനാണ് സ്റ്റേഷനറി വേവ്. ഈ ഫോമിലുള്ള ഇക്വേഷനാണ് ട്രാവലിംഗ് വേവ്. ഇതിനോട് റിസംബിൾ ചെയ്യുകൊണ്ട് എന്താണ്? ഇതൊരു ട്രാവലിംഗ് വേവ് ആണ്. ഇനി ട്രാവലിംഗ് വേവിൻ്റെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ ω/k. ടീനോട് തൊട്ടടുത്ത് കിടക്കുന്നതാണ് ഒമേഗ, എക്സിനോട് അടുത്ത് കിടക്കുന്നതാണ് കെ. സോ അതൊന്ന് നമുക്ക് ω36 ഹേർട്സ് ഇൻവേഴ്സ് കിട്ടി. അതേപോലെ തന്നെ കെ 0.018 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് കിട്ടി. സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് കിട്ടി. എന്നിട്ട് ഹേർട്സ് ഇൻവേഴ്സ് അല്ല, ഹേർട്സ് ആണ്, വെരി സോറി. സോ ഇത്ര കിട്ടി. ഇനി ω36 ബൈ കെയുടെ വാല്യൂ 0.018 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. അതിനെ നമ്മൾ മീറ്റർ ഇൻവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം വെച്ചാൽ 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 20 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. പിന്നെ അതാണ് ഫസ്റ്റ് ഇതിൽ. സെക്കൻഡിൽ പറഞ്ഞിട്ടുള്ളത് ആംപ്ലിറ്റ്യൂഡ്. ഇതിനെ നമ്മൾ കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് എൻ്റെ വാല്യൂ 3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിയിരുന്നു. അപ്പോൾ 3 × 10⁻² മീറ്റർ. വി ഇസ് ഈക്വൽ ടു എഫ് ലാംഡ ആണ്. അതിന് എഫ് ഇസ് ഈക്വൽ ടു വി ബൈ ലാംഡ. വിയുടെ വാല്യൂ 20, ലാംഡയുടെ വാല്യൂ 3.5 വെച്ചപ്പോൾ നമുക്ക് 5.7 ഹേർട്സ് കിട്ടി ഏകദേശം. പിന്നെ ഫ്രീക്വൻസി കിട്ടി. അതാണ് ബി. സിയിൽ പറയണത് ഇനീഷ്യൽ ഫേസ് π/4 ആണ്. ഇനീഷ്യൽ ഫേസ് ഇതാണ് ഇനീഷ്യൽ ഫേസ്. അതെത്രയാണ്? π/4. പിന്നെ 2 അഡ്ജസൻറ്റ് ക്രസ്റ്റിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിന് തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വേവ് ലെങ്ത് എന്ന് പറയാം. വേവ് ലെങ്ത് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് ക്രസ്റ്റ് അല്ലെങ്കിൽ 2 അഡ്ജസൻറ്റ് ട്രഫ്. എല്ലാവർക്കും ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.